നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 2025 മഹായോഗം നൽകുന്ന മാളവ്യ രാജയോഗം ലഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് പറയുന്നത്. 2025 ശുക്രഭാഗ്യം സിദ്ധിക്കുന്ന അതിവിശേഷപ്പെട്ട യോഗമാണ് മാളവ്യ രാജയോഗം. ഇത് ലഭിക്കുന്ന രാശിക്കാർ ആരെല്ലാം എന്നറിയാം. 2025 പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. പുതുവർഷം തങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവണം എന്നാണ് എല്ലാവരും കരുതുക. ജ്യോതിഷപ്രകാരം ഇത് വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. ചില പ്രത്യേക രാശിക്കാർക്ക്, നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക യോഗങ്ങൾ വരുന്ന വർഷം ഫലപ്രദമായി വരുന്നുണ്ട്. ഇതിൽ ഒന്നാണ് മാളവ്യ രാജയോഗം. ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് മാളവ്യ യോഗം ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട്. ഇതിൽപ്പെടുന്ന നാളുകാർക്ക് ഇത് ലഭിക്കും. ശുക്രൻ മീനത്തിലാണ് മാളവ്യ രാജയോഗം സൃഷ്ടിക്കുന്നത്. ഈ യോഗം ലഭിക്കുന്ന ആൾക്കാരാണ് ഒന്നാമതായി ഇടവം രാശിക്കാർ. കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ അരഭാഗവും ചേരുന്നതാണ് ഇടവം രാശി. ഇത് അമൂല്യമായ ഫലങ്ങൾ 2025 ഇവർക്ക് നൽകും. ശുക്രാധിപത്യം ഏറെയുള്ള രാശിയാണിത്. ഇതിനാൽ ഈ രാശിക്കാർക്ക് ഭാഗ്യം ഏറെയായിരിക്കും അനുഭവപ്പെടുന്നത്. ഇവർക്ക് ശുക്രൻ്റെ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറുന്ന കാലമാണിത്. വാഹനം, വീട് എന്നീ ഭാഗ്യങ്ങൾ നേടാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കും. സുഖഭോഗങ്ങളോട് കഴിയാൻ സാധിക്കുന്ന വർഷമാണിത്. പ്രശസ്തിയിലേക്ക് ഇവർക്ക് ഉയരാൻ സാധിക്കും. എന്ത് പ്രവൃത്തി ചെയ്താലും ഇവർക്കതിൽ നിന്ന് ലാഭം ലഭിക്കുന്നതാണ്. സന്താനലബ്ധി, ആഗ്രഹ സാഫല്യം എന്നിവ ഉണ്ടാവുന്നതാണ്. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ചേരുന്നതാണ്. ഈ യോഗം കാരണം ഭാഗ്യം ഏറെ വരുന്ന സമയമാണ് ഇവർക്ക്. ധനഭാഗ്യം വരുന്ന വർഷമാണിത്. ഭൗതിക സുഖങ്ങൾ വന്നു ചേരും. ദാമ്പത്യത്തിൽ സന്തോഷവും ഒത്തൊരുമയും ഉണ്ടാവുന്നതാണ്. പുതിയ ആഭരണം, വസ്തു, വീട്, വാഹനം എല്ലാം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. സുഖങ്ങൾ ഏറെ ലഭിക്കുന്ന ഒരു കാലമാണ് വരുന്നത്. ആഡംബര ജീവിതം ലഭ്യമാകും. ശുക്രൻ നല്ല ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഇതുവരെയുള്ള കോട്ടങ്ങൾ മാറുന്നതുമായിരിക്കും. അടുത്തതായി കർക്കിടകം രാശി. പുണർദത്തിൻ്റെ അവസാനത്തെ പകുതിയും പൂയവും ആയില്യവും ചേരുന്നതാണ്. ഭാഗ്യവും വിദേശയോഗവും കാണുന്നുണ്ട്. അനുകൂലമായ പല യാത്രകളും ചെയ്യാൻ സാധിക്കും. വിദേശ യാത്രകൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഭാഗ്യം അനുകൂല രൂപത്തിൽ വരും. വീടും വാഹനവും വാങ്ങാനുള്ള യോഗമുണ്ട്. പുതിയ ജോലി, സന്താനലബ്ധി എന്നിവ ഭാഗ്യമായി പറയുന്നു. ആത്മീയ യാത്രകൾക്ക് അനുകൂലമായ സമയമാണ്. മംഗളകർമ്മങ്ങൾ പലരുടെയും വീട്ടിൽ വന്നു ചേരുന്നതുമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.